KN ബാലഗോപാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുകയാണ്, ചില ദേശാടന പക്ഷികൾക്ക് നമ്മുടെ നാട് പ്രിയങ്കരമാണ്. അങ്ങനെ ഒരു ദേശാടന പക്ഷി ഇടയ്ക്കിടെ കേരളത്തിൽ എത്തുന്നു. അത് നമ്മെ അസ്വസ്ഥരും ഭയചകിതരുമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതല്ലേ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ? അല്ല, അങ്ങനെ താങ്കൾക്ക് തോന്നിയെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ചിന്തിക്കാം. ഏതായാലും എന്തെങ്കിലും ഒരു ഉപമയും ഉൽപ്രേക്ഷയൊന്നും പറഞ്ഞിട്ട് പറയേണ്ട കാര്യം പിണറായിക്കില്ല. ഞാൻ പറഞ്ഞത് ഞാനങ്ങനല്ല, താങ്കൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ പറയാവുന്നതാണ്. ഏതായാലും ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഡയറക്റ്റായിട്ട് പറയാമല്ലോ. തള്ളിക്കളയുന്നൊന്നുമില്ല, നരേന്ദ്രമോദിയെ പറ്റി ഡയറക്റ്റായിട്ട് പറയാമല്ലോ. താങ്കളെപ്പോലൊരു പത്രപ്രവർത്തകൻ ഉൾപ്പെടെ എല്ലാവർക്കും തോന്നുന്നുണ്ട് ഈ നരേന്ദ്രമോദി ഈ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. ഇലക്ഷൻ ആയതുകൊണ്ട് ഇനിയും വരുമെന്നാണ് ഞാൻ കരുതുന്നത്. വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതായാലും സ്വതന്ത്രമായിട്ട് എപ്പോഴും വരാൻ പറ്റുന്നൊരു സംസ്ഥാനമാണ് കേരളം. മറ്റൊരു സംസ്ഥാനത്ത് പോകുന്നതിനേക്കാളും കൂടുതൽ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളെ എല്ലാം തൃണവൽഗണിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ചർച്ച ചെയ്യാം. ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് അദ്ദേഹം വന്നിട്ട് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുണ്ട് എറണാകുളത്തും തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതിനെ സംബന്ധിച്ചാണ് ശ്രീ PC തോമസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ എന്നെ നിങ്ങൾ എന്തും പറഞ്ഞോളൂ, രാജ്യത്തെ തകർക്കരുത്. എന്നെ നിങ്ങൾ എന്ത് പറഞ്ഞോളൂ, കർഷകരെ വിഷമിപ്പിക്കരുത്. എന്നെ നിങ്ങൾ എന്തും പറഞ്ഞോളൂ, എന്നെ അവമാനിച്ചോളൂ, അല്ലെങ്കിൽ എന്നെ പറ്റി എന്ത് വിമർശനവും പറഞ്ഞോളൂ. പക്ഷേ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ വിഷമിപ്പിക്കരുത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വിഷമിക്കുന്നതിന് അവർക്ക് പരിഹാരം അദ്ദേഹം പറഞ്ഞാൽ മതി. കൃഷിക്കാർ എല്ലാ സ്ഥലത്തും സമരത്തിലാണ്, എല്ലാവരും റോഡിലിറങ്ങി വലിയ കലാപമാണ്, അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ചെറുപ്പക്കാർ, അതുപോലെ തൊഴിലാളികൾ, എല്ലാ മേഖലയിലുള്ള ആളുകളും, സ്ത്രീകളുടെ നേരെയുള്ള ആക്രമണങ്ങൾ എല്ലാം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നാടകവും പ്രസംഗം കൊണ്ടൊന്നും കാര്യമില്ല. ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ തകർന്ന സാമ്പത്തികമായും തൊഴിലിൻ്റെ കാര്യത്തിലും എല്ലാം തകർന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കണക്കുകൾ വരുന്നത് കൃത്യമായിട്ടാണ്. ഇപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പ്രസിദ്ധീകരിക്കുന്നില്ല. തൊഴിലില്ലായ്മയെ സംബന്ധിച്ചുള്ള കണക്കുകൾ ആദ്യത്തെ വർഷം മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. കർഷക ആത്മഹത്യയെ സംബന്ധിച്ചുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ആദ്യത്തെ വർഷം മാത്രമാണ്. 42% അതിന് മുമ്പത്തേക്കാളും വർധന വന്നു. അതിനിപ്പോൾ പ്രസിദ്ധീകരിക്കുന്നില്ല. എന്നിട്ട് പോലും മറ്റ് ചില ഏജൻസികൾ കൊടുത്തിട്ടുള്ള കണക്കുകൾ കഴിഞ്ഞ വർഷം വന്നു 1,10,00,000 നിലവിലുള്ള തൊഴിലാണ് കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ നാട്ടുകാർക്ക് വിഷമമുണ്ടാക്കുന്നതാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ്. എത്ര കാലമാണ് ഈ നാടകം അഭിനയിച്ചിങ്ങനെ? ശ്രീ KN ബാലഗോപാൽ, അല്ല, ഈ ശബരിമല വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെയും നിങ്ങൾ പറഞ്ഞിരുന്നു, കൊല്ലത്ത് വന്നു പോയതിനു ശേഷം പറഞ്ഞിരുന്നു, ഭരണഘടനാ ലംഘനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രിക്ക് പറയാൻ കൊള്ളില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. സുപ്രീം കോടതി വിധിയെ അദ്ദേഹം മാനിച്ചില്ല എന്നതിന് ഉദാഹരണമാണ്. സുപ്രീം കോടതിയെ ധിക്കരിച്ചിരിക്കുകയാണ് അദ്ദേഹം, കേസെടുക്കണം തുടങ്ങിയ ആരോപണങ്ങൾ. ഈ ശബരിമലയുടെ പേരിൽ അദ്ദേഹം ഈ BJPക്ക് വേണ്ടി കളമൊരുക്കുന്നത്, ഇതാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിച്ച അസ്വസ്ഥരും ഭയചകിതരും ആക്കുന്നു എന്ന പ്രയോഗം? ശബരിമലയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം പറയാം. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ശബരിമലയെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അതിനകത്ത് ഡയറക്റ്റ് വരാതെ പറഞ്ഞു. ശബരിമലയെ പറയേണ്ടത് പറഞ്ഞു. എന്നാൽ ഡയറക്റ്റ് എന്നാൽ സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലീഗൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും നല്ലപോലെ അറിയാമെന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരത്തെയൊക്കെ ഇതിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ പാരമ്പര്യവും കേരളത്തിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ ചരിത്രവും ഒക്കെ അറിയാവുന്ന ഒരാളും അങ്ങനെ ഒന്നും പറയില്ല. കേരളത്തിൽ ജനങ്ങൾ ഈ കാര്യങ്ങളെപ്പറ്റി അറിയുന്നതാണ്. കേരളത്തിൻ്റെ 10, 1000, 2000, 3000 വർഷത്തെ ചരിത്രം എടുത്താൽ പോലും കേരളത്തിന് വലിയ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ജനങ്ങളുടെ ആശയങ്ങളെ ആഗ്രഹങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിനെ പോലുള്ള ആളുകളാണ് കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ പാരമ്പര്യത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. വർഗീയ ലഹളയുടെ കാര്യം വന്ന് അദ്ദേഹം ഈ പോകുന്ന അദ്ദേഹത്തിൻ്റെ ആളുകൾ ഉള്ള സ്ഥലത്തൊക്കെയുള്ള കലാപങ്ങളും വർഗീയ ലഹളകളും ഒന്നും കേരളത്തിലില്ലല്ലോ. അപ്പോൾ അങ്ങനെ കേരളത്തിൽ വന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യത്തിന് എതിരായിട്ട് നേരിട്ട് സുപ്രീം കോടതിക്കെതിരെ പറയാതെ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താനുള്ള ആ ആർജവം കാണിക്കാതെ ഇങ്ങനെ പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ചെയ്യാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പലതവണ തന്നെ വരുമെന്ന് ഞങ്ങൾ കരുതുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷമാണ് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ മറ്റൊരു സംസ്ഥാനത്തെ മറ്റൊരു തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ആചാര സംരക്ഷണം ആഗ്രഹിക്കുന്നവരെ എല്ലാം കൂടെ നിർത്തുവാൻ സാധിക്കുന്നു എന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതാണല്ലോ ഇവിടെ BJP ആഗ്രഹിക്കുന്നതും.
BJP ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, പൊതുജനങ്ങൾക്കും തോന്നുന്നില്ല. BJP ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അവർ ആഗ്രഹിക്കുന്നുണ്ട് ധാരാളം കാര്യങ്ങൾ, അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല. പതുക്കെ അവർ പറയുന്നതിനേക്കല്ല കാര്യങ്ങൾ എത്തുന്നതെന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ കേരളത്തിൽ ഈ കാര്യങ്ങൾ വരുന്ന ചർച്ച. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ചില ദേശാടന പക്ഷികൾക്ക് നമ്മുടെ നാട് പ്രിയങ്കരമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതാണല്ലോ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതായത് ഇവിടെ അദ്ദേഹത്തെ പ്രിയങ്കരനാക്കുന്നത്, അദ്ദേഹത്തിന് പ്രിയങ്കരമാകുന്നത് കേരളം നരേന്ദ്രമോദിക്ക് അത് ഈ ശബരിമല വിഷയമുള്ളത് കൊണ്ടാണ്. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടായതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ആർക്കും ഏത് സംസ്ഥാനത്ത് പോകാം, അതിന് യാതൊരു വിലങ്ങുകളോ തടസ്സങ്ങളോ ഇല്ല. ശ്രീമതി ഷമാ മാഡം പറഞ്ഞു, ഞാൻ മാഡത്തെ വളരെ ബഹുമാനിക്കുന്ന, ട്വിറ്ററിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. 11 കോടി എന്നാണ് പറഞ്ഞത്, 1.1 എന്നാണ് മാഡം ക്രോർസ് എന്നാണ് ട്വിറ്ററിലടക്കം ഇട്ടിരുന്നത്. പക്ഷേ അത് മാറിപ്പോയത് 11 million jobs and 1.1 crores. 1.1 crores 11 crores എന്നാണ് പറഞ്ഞത്. അത് പക്ഷേ മാറിപ്പോയത്. പക്ഷേ അത്തരം ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലൊരു ലെഫ്റ്റ് വിങ് സ്പെക്ട്രവും റൈറ്റ് വിങ് സ്പെക്ട്രവും ഉണ്ട്. ഈ ലെഫ്റ്റിലാണ് എക്കണോമിക്സ്, എന്താ പറയുക, പോവർട്ടി, എംപ്ലോയ്മെന്റ് തുടങ്ങിയ സിനാരിയോ വരുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്വ രാഷ്ട്രീയം, ഐഡന്റിറ്റി, കമ്മ്യൂണിറ്റി, കാസ്റ്റ്, ഇതുപോലത്തെ ഒരുപാട് ഫാക്ടേഴ്സാണ്. ഇത് രണ്ടും കൊണ്ടാണ് ഏതൊരു രാജ്യത്തും തെരഞ്ഞെടുപ്പുകളോ ജനങ്ങളുടെ ഇച്ഛകളോ ഒക്കെ പ്രതിഫലിക്കുന്നത്. അതിലൊരു തെറ്റുമില്ല. ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന് പറഞ്ഞത് എന്താ? ശക്തിയുക്തം ഇവിടുത്തെ വിശ്വാസികളുടെ വികാരം, അത് കോൺഗ്രസ് BJP ഭേദമന്യേ സാധാരണ വിശ്വാസികളുടെ വികാരം അദ്ദേഹം റിഫ്ലക്ട് ചെയ്യുന്നു. ഇദ്ദേഹം നാടകമാണെന്നൊക്കെ പറഞ്ഞു. നാടകം എന്താ നമ്മൾ കണ്ടു. 51 പേര് കയറിയെന്ന് സുപ്രീം കോടതിയിൽ കള്ളം പറഞ്ഞാണ് നാടകം. ശ്രീലങ്കൻ യുവതി കയറിയെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് നാടകം. അല്ലെങ്കിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒളിച്ച് കടത്തി അവിടെ യുവതികളെ കടത്തിയാണ് നാടകം. ആ നാടകത്തിനെതിരെ വനിതാ മതിലിന്റെ പ്രധാന സംഘാടകനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഞങ്ങൾക്ക് അബദ്ധമായിപ്പോയി, വനിതാ മതിൽ കെണിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി പ്രീതി നടേശൻ പറഞ്ഞത് ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് തറവേല ആയിപ്പോയി എന്നാണ്. അപ്പം നാടകം ആരാ നടത്തുന്നത്? കള്ളത്തരം ആരാ നടത്തുന്നത്? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒളിച്ചു കയറ്റുന്നതും നരോത്ഥാനമായിട്ട് നരയടിച്ച് കയറ്റുന്നതും ആരാ? അപ്പൊ ഈ രീതി സാധാരണ ജനങ്ങളെ ഭരണകൂടം സംഘടിതമായി പറ്റിക്കുമ്പോൾ ശക്തിയുക്തം സെൻട്രിൽ നിന്ന് ഒരാൾ വന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വാസികൾക്ക് ആശ്വാസമാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ പോലീസും മുഖ്യമന്ത്രിയും കുറെ ആൾക്കാരും ചേർന്ന് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? അപ്പം പ്രധാനമന്ത്രിയുടെ നിലപാട്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ നിലപാട്, ഒരുപാട് ലീഗൽ ലൂമിനറീസിന്റെ നിലപാട് ഈ വിഷയത്തിൽ ശക്തിയുക്തം റിഫ്ലക്ട് ചെയ്യും. ഞങ്ങൾക്കിത് രാഷ്ട്രീയമല്ല, ഞങ്ങൾക്കിത് ആത്മീയമായ ഒരു വിഷയമാണ്. ആ ആത്മീയമായ വിഷയത്തിന്റെ പ്രതിഫലനമാണ് മാതാ അമൃതാനന്ദമയി ദേവി അടക്കം, ശ്രീ രവിശങ്കർജി അടക്കം, ലോകാരാധ്യനായ ഇന്റലക്ച്വൽ ശശി തരൂർ സാർ അടക്കം നിലപാട് മാറ്റി സപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെയെല്ലാം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ റിഫ്ലക്ട് ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് ശരിയായില്ല എന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവർക്ക് അഭിപ്രായമുണ്ട്. ജല്ലിക്കട്ടിൽ തമിഴ്നാട്ടിൽ വിധി വന്നല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ എന്നെ എതിർത്തില്ലേ? അപ്പൊ സുപ്രീം കോടതിയുടെ വിധി മറികടക്കാൻ പറ്റാത്തതാണോ? കേരളത്തിൽ പാതയോരങ്ങളിലെ ബാറുകളുടെ വിഷയം വന്നില്ലേ, അതിൽ മറികടന്നില്ലേ? അപ്പോൾ ഈ രീതിയിൽ ശബരിമലയുടെ കാര്യത്തിൽ മാത്രം ഒരു അൺഡ്യൂ ഹേസ്റ്റ്, ഒരുപക്ഷെ പിറവംപള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞടക്കം രാഹുൽ ഇക്കാര്യം പറഞ്ഞതാണ്. ഈ ഓർഡിനൻസ് എന്ന ആവശ്യം ഞങ്ങൾ വിശ്വാസികൾക്ക് ഡൽഹിയിൽ പോയി ഉന്നയിക്കുവാൻ ഉള്ള ഒരു വഴി തുറന്ന് നൽകുകയാണ് എന്ന് പ്രധാനമന്ത്രി ചെയ്തതെന്ന്. അതായത് ഞാൻ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നു. സർക്കാർ ആചാരങ്ങൾ ലംഘിക്കുകയാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾ ലംഘിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നു. UDF അതിന് കൂട്ടുനിൽക്കുകയാണ് എന്ന് പറയുന്നു. ഇവിടെ വിശ്വാസികൾക്കൊപ്പമാണ് ഞാൻ എന്ന് പറയുന്നു. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ. കാരണം ഈ സർക്കാരിൻ്റെ കാലത്ത് സാധ്യമാവുകയില്ല ഈ ഓർഡിനൻസ് എന്ന കാര്യം. ഒരവസരം കൂടി തന്നാൽ, എന്നെ വീണ്ടും കാവൽക്കാരനാക്കിയാൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന വാക്കുകൾ ഏറ്റവും വലിയ വഞ്ചനയുടെ ഉദാഹരണമാണ് ആ പറഞ്ഞത്. ഓർഡിനൻസ് ഇറക്കാനായിട്ട് നാളെ അദ്ദേഹത്തിന് ഓർഡിനൻസ് ഇറക്കണമെങ്കിൽ നാളെ ഓർഡിനൻസ് ഇറക്കാം. ഓർഡിനൻസിൻ്റെ പ്രത്യേകത എന്താ? പാർലമെൻറ്റ് കൂടി പാസ്സാക്കേണ്ട കാര്യമില്ല. ഓർഡിനൻസ് പിന്നീട് പാർലമെൻറ്റ് കൂടുമ്പോൾ അതിനകത്ത് ഒന്നീ പാസ്സാക്കാം, അല്ലെങ്കിൽ അപ്പോൾ എടുക്കുന്നില്ല വീണ്ടും ഓർഡിനൻസ് ഇറക്കാം. അപ്പം BJPക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, മോഡിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ഓർഡിനൻസ് ഇറക്കാനായാലും ഇനി ബില്ല് പാസ്സാക്കാനായാലും ഒക്കെ സമയമുണ്ട് ബില്ല് പാസ്സാവുന്നെങ്കിൽ. പക്ഷേ അതിനകത്തെ മൗലികമായ പ്രശ്നം കേരളത്തിലെ സർക്കാർ എന്ത് തെറ്റാ ചെയ്തേ? കേരളത്തിൽ 1996 ഇതേപോലെ ഒരു കേസ് വന്നപ്പോൾ ആ കേസ്, ഞാൻ ഈ ശബരിമലയുടെ കാര്യത്തിനകത്ത് ഇനി നിരന്തരമായി ചർച്ചയ്ക്ക്, ശബരിമലയുടെ എന്തെങ്കിലും വിഷയം വരുവാന്ന് ചർച്ചയ്ക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. ശബരിമലയുടെ കാര്യത്തിനകത്ത് നിരന്തരമായി അതിനകത്ത് ഇങ്ങനെ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാൻ നല്ലത് കേരളത്തിൻ്റെ സമൂഹത്തിന് മുമ്പ് വന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം വന്നു. കേരളത്തിൽ, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന, ഈ നാട്ടിലെ ആൾക്ക് ജീവിക്കാൻ പറ്റാത്ത, ഇവിടെ നേരത്തെ എൻ്റെ യുവ സുഹൃത്ത് പറഞ്ഞ പോലെ ലെഫ്റ്റ് സ്പെക്ട്രം ഉണ്ടല്ലോ, തൊഴിലില്ലായ്മയും പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും, രാജ്യത്തെ ഫണ്ട് മൊത്തം മോഷ്ടിച്ച് 10 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ബാങ്ക് മൊത്തം കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് നീരവ് മോഡിമാരെയും മറ്റുള്ളവരെയും സഹായിച്ചടക്കമുള്ള കാര്യങ്ങൾ. നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. അതിപ്പം കേരളത്തിലെ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഏൽപ്പിച്ച് വലുതാക്കാനാണെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക്
ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 ലക്ഷം കോടി രൂപ ഗുജറാത്തിലെ ചില വ്യവസായികൾക്ക് വേണ്ടി എഴുതിത്തള്ളാൻ തീരുമാനിച്ചതിൽ പിണങ്ങിക്കൊണ്ടാണ്, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJP അനുഭാവി അല്ലെങ്കിൽ BJPയുടെ നയങ്ങളെ പിന്തുണച്ചിരുന്ന ഉർജിത് പട്ടേൽ റിസർവ് ബാങ്കിൽ നിന്ന് രാജിവെച്ച് പോയത്. കേരളത്തിലെ ഈ തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന അടക്കമുള്ള സ്ഥലത്തെ ആളുകൾ ഇട്ടിരിക്കുന്ന നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഗുജറാത്തിലുള്ള ആളുകൾ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള അടക്കമുള്ള പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട റഫേൽ ഇടപാടടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുള്ള നമ്മുടെ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ സമയത്ത് ആ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോകുന്നത്. ശബരിമലയുടെ കാര്യത്തിനകത്ത് ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതി വിധി വന്നത് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധി വന്നത് ഞങ്ങൾ നടപ്പിലാക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് കാണിച്ചത്. അതിനകത്ത് എന്തെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് കേരളത്തിൽ പറയേണ്ടത് സുപ്രീം കോടതി വിധിയാണ്, കേരളത്തിലെ ഇടതുപക്ഷത്തെ അല്ല. ഇനിയിപ്പോൾ ഇടതുപക്ഷമല്ല, ഇവിടെ വേറെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിരുന്നിരുന്നെങ്കിൽ അവർ സുപ്രീം കോടതി വിധി വരുമ്പോൾ സുപ്രീം കോടതി വിധിയാണെന്ന് പറയേണ്ടി വരും. അവർക്ക് നിലപാടൊക്കെ എടുക്കാമായിരിക്കും, പക്ഷേ വിധിയല്ലെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് പറയേണ്ടതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു അവസരം വന്നാൽ, നേരത്തെ 15 ലക്ഷം രൂപ എല്ലാവരുടെ അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞല്ലോ, 2 കോടി തൊഴിലവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ RSSനെയും BJPയെ സഹായിക്കുന്ന നിഷ്പക്ഷന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് ഞങ്ങൾ നിഷ്പക്ഷന്മാരാണ്, അദ്ദേഹത്തിനകത്ത് വലിയ പ്രതീക്ഷയുണ്ട്. അടുത്ത ദിവസം തന്നെ ഡൽഹിയിലേക്ക് പോയിട്ട് ഓർഡിനൻസ് ഇറക്കാൻ പറ. ശരി.